അനധികൃത കുടിയേറ്റത്തിനെതിരെ നിലപാട് കടുപ്പിക്കുന്ന ട്രംപിന്റെ നടപടികളിൽ മെക്സിക്കോയ്ക്ക് അതൃപ്തി. അനധികൃത കുടിയേറ്റക്കാരുമായി പുറപ്പെടേണ്ട വിമാനത്തിന് മെക്സിക്കോയിൽ ഇറങ്ങാൻ അനുമതി നൽകിയില്ലെന്ന് റിപ്പോർട്ട്. രാജ്യത്തെ പൗരന്മാരെ സ്വാഗതം ചെയ്യുമെന്ന് മെക്സിക്കൻ വിദേശകാര്യമന്ത്രി പറയുമ്പോഴും നീരസം മെക്സിക്കോ പരസ്യമാക്കുകയാണ്. അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായ പ്രചാരണം നടത്തിക്കൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തുന്നത്. അധികാരത്തിലേറിയതിന് പിന്നാലെ എടുത്ത തീരുമാനമാണ് അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുമെന്നതും. പെന്റഗണിന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് നിന്ന് 5000-ഓളം പേരെയാണ് പുറത്താക്കാൻ ഒരുങ്ങുന്നത്. പതിവിന് വിപരീതമായി സൈനിക വിമാനങ്ങളിലാണ് ഇവരെ അതാത് രാജ്യങ്ങളിലേക്ക് തിരികെ എത്തിക്കുന്നത്. എന്നാൽ മെക്സിക്കൻ കുടിയേറ്റക്കാർ കയറിയ C-17 ഗതാഗത വിമാനം പറന്നുയർന്നില്ല. വിമാനത്തിന് മെക്സിക്കോ ലാൻഡിംഗ് അനുവാദം നൽകിയില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം 160 പൗരന്മാരെയാണ് അമേരിക്ക തിരികെ ഗ്വാത്തിമാലയിൽ എത്തിച്ചത്. അമേരിക്കയുമായി മികച്ച ബന്ധമാണുള്ളതെന്നും കുടിയേറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സഹകരിക്കുമെന്നും മെക്സിക്കോ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. സ്വന്തം ജനതയെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയ മന്ത്രാലയം വിമാനത്തിന് ലാൻഡിംഗ് അനുമതി എന്തുകൊണ്ട് നൽകാതിരുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിലും 1500-ൽ പരം അധിക സൈനികരെ നിയോഗിക്കുന്നതിലും മെക്സിക്കോയ്ക്ക് നീരസമുണ്ടെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.